കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീനിവാസിൻ്റെ കാർ വരുന്നതും കൃഷ്ണയും മോളിക്കുട്ടിയും അങ്ങോട്ടേക്ക് ഓടുവാണ് കേട്ടോ. അങ്ങനെ കാർ നിർത്തുവാണ്. എന്നിട്ട് ശ്രീനിവാസൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. എന്താ മോളെ, എന്താ പറ്റിയത്? അന്നേരം കൃഷ്ണ പറയണേ, അത് പിന്നെ ഞാൻ സാറിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. ആണോ? എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരെങ്കിലും ശല്യം ചെയ്യാനോ ഉപദ്രവിക്കാനോ അങ്ങനെ എന്തെങ്കിലും വന്നോ? ഏയ് അതൊന്നും അല്ല സാർ. അന്നേരം മോളിക്കുട്ടി പറയണേ, അതെ, അന്ന് കൃഷ്ണയുടെ ലോട്ടറി കച്ചവടത്തിൻ്റെ ഉദ്ഘാടന ദിവസം സാറിൽ ലോട്ടറി ടിക്കറ്റ് എടുത്തില്ലായിരുന്നോ? അതിന് സമ്മാനം അടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. അതൊന്നും ഉറപ്പിക്കാനാണ് ഞങ്ങൾ അങ്ങോട്ട് വരാനിരുന്നത്. അന്നേരം കൃഷ്ണ ചോദിക്കണേ, സാറേ ആ ലോട്ടറി ടിക്കറ്റ് എവിടെ? അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് പോക്കറ്റിൽ തപ്പുവാണ്. അന്നേരം ലോട്ടറി ടിക്കറ്റ് കിട്ടുവാണ് കേട്ടോ. ഇതേ കിട്ടിയല്ലോ, ഇതാ മോള് തന്നെ നോക്കിക്കോ. അങ്ങനെ കൃഷ്ണ അതിലെ നമ്പറും തൻ്റെ കയ്യിലുള്ള റിസൾട്ടിലെ നമ്പർ തമ്മിൽ ഒത്തു നോക്കുവാണ് കേട്ടോ. എന്നിട്ട് സന്തോഷത്തോടെ പറയണേ, സാറേ സാറിനാണ് സമ്മാനം അടിച്ചിരിക്കുന്നത്. 5000 രൂപയാണ് സമ്മാനം അടിച്ചത്. അത് കേൾക്കുന്നത് മോളിക്കുട്ടി പറയണേ, ആഹാ കോൾ അടിച്ചല്ലോ സാറേ, അപ്പം ചിലവുണ്ട് കേട്ടോ. അന്നേരം അനിയൻ സാറ് പറയണേ, അയ്യടാ നോക്കിയിരുന്നാൽ മതി മോളെ, ഈ കാശ് മുഴുവൻ മോള് തന്നെ എടുത്തോ എന്നും പറഞ്ഞ് കൃഷ്ണക്ക് കൊടുക്കുവാണ്. അന്നേരം കൃഷ്ണ പറയണേ, അയ്യോ അതൊന്നും വേണ്ട സാറേ, എനിക്ക് എൻ്റെ അമ്മക്കും ജീവിക്കാനുള്ള പൈസയെല്ലാം ഞാൻ അധ്വാനിച്ച് നേടുന്നുണ്ട്. ഞങ്ങൾക്ക് ആ പൈസ മാത്രം മതി. ഇത് സാറിന് കിട്ടിയ സമ്മാനത്തുകയല്ലേ, സാറ് തന്നെ എടുക്കണം. അന്നേരം ശ്രീനിവാസ് പറയണേ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട്, അവിടുത്തെ ഹെഡ് മാസ്റ്ററിന് മോള് തന്നെ കൊടുത്തോ. അവിടുത്തെ കുട്ടികൾക്ക് പുസ്തകം വാങ്ങാനും അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ അവർ ഉപയോഗിച്ചോളും. അത് കൊള്ളാം, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം. ഈ സമയം ശ്രീനിവാസ് മോളിക്കുട്ടിയോട് പറയണേ, അതെ മോളിക്കുട്ടി, നീ മുടങ്ങിയൊന്നും വേണ്ട, പൈസ കിട്ടിയ എൻ്റെ സമ്മാനമായിട്ട് നിനക്ക് ചിലവ് തരാം, എന്താ അതുപോലെ? ഓ ശരിയേ സാറേ, എന്നാലേ എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഓട്ടോ ഉണ്ട്, ഞാനേ അങ്ങോട്ട് ചെല്ലട്ടെ. അങ്ങനെ പറഞ്ഞ് മോൾക്കുട്ടി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം കൃഷ്ണ പറയണേ, പിന്നെ സാറേ സാറിൻ്റെ ഏതെങ്കിലും പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് നോക്കുന്നുണ്ടോ? ഉണ്ടല്ലോ, മോളിതെങ്ങനെ അറിഞ്ഞു? അത് പിന്നെ ഒരു ബ്രോക്കർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. ഈ ബ്രോക്കർമാരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ലെന്നേ. നമ്മുടെ ഭൂമിക്ക് കുറഞ്ഞ വിലയൊക്കെ നമ്മളോട് പറയുള്ളൂ, എന്നിട്ട് അവരതിൽ നിന്ന് വലിയ ലാഭം നേടാൻ നോക്കും. സാറിന് ഇപ്പോഴത്തെ വിൽപ്പന രീതികളെക്കുറിച്ചൊന്നും മര്യാദ അറിയാത്തതുകൊണ്ടാന്ന് തോന്നുന്നു. സാറിൻ്റെ വിൽക്കാനുള്ള പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അത് സോഷ്യൽ മീഡിയയിലോ അങ്ങനെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലൂടെ ഇടണം. അപ്പോൾ അതിൽ നിന്ന് കണ്ട് ആവശ്യക്കാരായുള്ള ആൾക്കാർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. അതിൽ നിന്നും ചിലപ്പോൾ നമുക്ക് നല്ല ആൾക്കാരെ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അന്നേരം ശ്രീനിവാസൻ ചോദിക്കണേ, അല്ല മോൾക്കിതൊക്കെ എങ്ങനെ അറിയാം? അത് പിന്നെ ഞാൻ എൻ്റെ നാട്ടിലായിരുന്നപ്പോഴേ ചെയ്യാത്ത ജോലികളൊന്നുമില്ല, പക്ഷേ ചിലതിലൊന്നും അങ്ങോട്ട് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. അങ്ങനെ അവസാനം ഈ കച്ചവടത്തിലെത്തിയത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, മോള് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ, ബ്രോക്കർ ഫീസായിട്ടെടുത്തുക മോൾക്ക് തരാം. അയ്യോ അതൊന്നും വേണ്ട സാറേ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. സാറ് വിചാരിച്ചാൽ അതിന് പറ്റിയ നല്ല ആൾക്കാരെ സാറിന് തന്നെ കണ്ടെത്താൻ പറ്റും. എന്നിട്ട് അവരെ ഏൽപ്പിച്ച് നല്ലൊരു പരസ്യം ചെയ്താൽ മാത്രം മതി. പിന്നെ സാറിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അത് വാങ്ങാനായിട്ട് നല്ല നല്ല ആൾക്കാർ തന്നെ സാറിനെ തേടി വരും. എന്നാൽ ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അങ്ങനെ പറഞ്ഞ് കൃഷ്ണ അവിടെ നിന്ന് പോകുകയാണ്. അങ്ങനെ കൃഷ്ണയുടെ വാക്കുകളൊക്കെ കേട്ട് ഒത്തിരി സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ ശ്രീനിവാസൻ. പിന്നീട് കാണിക്കുന്നത് ഗാഥേനെയാണ്. ഗാഥ അങ്ങനെ ഡോക്ടർ കൊടുത്ത ആ മരുന്നൊക്കെ ഉണ്ടല്ലോ, അത് കഴിക്കാനായിട്ട് കയ്യിലെടുക്കുവാണ്. ഈ സമയം അതുവഴി പോകുന്ന നിർമ്മലയും കീർത്തിയും ഈ കാഴ്ച കാണുക. വാ നമുക്കൊന്ന് അങ്ങോട്ട് ചെല്ലാം എന്ന് പറഞ്ഞ് അവർ രണ്ടാളും റൂമിലേക്ക് കയറുവാണ്. ഗാഥ മരുന്ന് കഴിക്കുന്നത് കണ്ടിട്ട് നിർമ്മല ചോദിക്കണേ, അല്ല എന്തു പറ്റി, നിനക്കെന്താ വയ്യേ, എന്താ മരുന്നൊക്കെ കഴിക്കുന്നത്? ഇതൊക്കെ നിങ്ങളെന്തിനാ അന്വേഷിക്കുന്നത്? എന്താ എൻ്റെ ഗാഥ മോളെ, നമ്മൾ പല കാര്യത്തിലും പരസ്പരം തർക്കിക്കുകയും വഴക്കിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു വീട്ടിൽ താമസിക്കുന്നവരല്ലേ, ഒരാൾക്ക് എന്തെങ്കിലും വയ്യായിക വന്നാൽ അത് നമ്മൾ എങ്ങനെയാണ് കണ്ടില്ലെന്ന് നടിക്കുന്നത്? എന്തുപറ്റി, മോൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? എനിക്ക് ചെറിയൊരു കോൾഡ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത് കഴിക്കുന്നത്. അന്നേരം കീർത്തി ചോദിക്കണേ, കോൾഡിന് ഇങ്ങനത്തെ ഗുളികയോ? ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ, എവിടെ ഒന്ന് നോക്കട്ടെ. വേണ്ട, ഓരോരുത്തർക്കും ഓരോ ഗുളികയാണ് ഡോക്ടർ എഴുതി കൊടുക്കുന്നത്. ആയിക്കോട്ടെ, എന്നാലും അതൊന്ന് നോക്കാമല്ലോ. അന്നേരം നിർമ്മൽ പറയണേ, അങ്ങ് കൊടുക്കുമോളെ, അവൾക്ക് കോൾഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഗുളിക വാങ്ങിച്ച് കഴിക്കാമല്ലോ. ഇങ്ങ് തന്നെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് കീർത്തി ഗാഥയുടെ കയ്യിൽ നിന്ന് ആ മരുന്ന് തട്ടിപ്പറിച്ച് വാങ്ങുവാണ്. എന്നിട്ട് ഗൂഗിളിൽ അത് സ്കാൻ ചെയ്ത് നോക്കുവാണ് കേട്ടോ. ഈ സമയം ഗാഥയാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുക, പക്ഷെ അത് തരാനല്ലേ പറഞ്ഞത്. ഒന്ന് അടങ്ങി നിൽക്കുക ഗാഥ മോളെ, അവളെ പേര് നോക്കട്ടെ എന്നേ. അതിന് മോളെന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഈ സമയം പേരൊക്കെ നോക്കിയിട്ട് കീർത്തി പറയണേ, അമ്മേ ഇത് കോൾഡിന് കഴിക്കാനുള്ള മരുന്നൊന്നും അല്ല കേട്ടോ, ഡിപ്രഷന് കഴിക്കുന്ന മരുന്നാ. ഡിപ്രഷനോ? അതേന്നേ, മലയാളത്തിൽ പറഞ്ഞാൽ ഈ ഭ്രാന്തിന് മുമ്പുള്ളൊരവസ്ഥയുണ്ടല്ലോ, അതേക്കുന്നതും ഗാഥക്കൊന്ന് ദേഷ്യം വരുവാണ്. എന്താണ് നീ പറഞ്ഞത്? ഭ്രാന്തോ? ആർക്കാടി ഭ്രാന്ത്? ദേ നിനക്ക് തന്നെ കണ്ടില്ല ഉറഞ്ഞു തുള്ളുന്നത്. അന്നേരം നിർമ്മൽ പറയുന്നുണ്ട്, എന്നാലും മോളെ നിനക്ക് ഭ്രാന്തുള്ള കാര്യം നീ മനസ്സിലാക്കിയല്ലോ, അത് പരിഹരിക്കാനായിട്ട് മരുന്നൊക്കെ കഴിക്കാൻ തുടങ്ങിയല്ലോ, അത് തന്നെ വലിയ കാര്യം. ദേ നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? ഇത് നല്ല ബുദ്ധം. നിനക്ക് ഭ്രാന്ത് വന്നതിന് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാനാ? നിങ്ങൾ രണ്ടാളും ഇപ്പം ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോണം.
എനിക്കറിയാം അമ്മയുടെ മോളുടെ അസൂയ എന്താണെന്ന്. നവീനെ മകളെ കൊണ്ട് കെട്ടിക്കാൻ നിങ്ങളെ പഠിച്ചവന് 18 നടത്തിയല്ലോ, എന്നിട്ട് ഒന്നും നടന്നില്ല. നവീൻ എൻ്റേതായി. അത് കണ്ടിട്ട് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതല്ലേ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അന്നേരം നിർമ്മല പറയണേ, ഓ അല്ലെങ്കിൽ തന്നെ ഇപ്പം ഞങ്ങൾ പറയുന്നത് കുറ്റം. വട്ടുമുത്ത്, നീ ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? ആദ്യം കുറേ നാൾ നാഗങ്ങളെ പേടിയെന്ന് പറഞ്ഞു, ഇപ്പം ഇതാ ഭ്രാന്ത് മൂത്ത് മരുന്നും കഴിച്ച് നടക്കുന്നു. അവസാനം വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ട് ഇടേണ്ടി വരും. അന്നേരം അതൊക്കെ കേൾക്കുന്ന ഗാഥയാണെങ്കിൽ കൺട്രോൾ വിട്ട് പൊട്ടിത്തെറിക്കുവാണ്. ഗാഥയുടെ ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് മുത്തശ്ശിയും സുമിത്രയ്ക്ക് അങ്ങോട്ടേക്ക് വരുക. എന്താ എന്താ ഇവിടെ എന്താ ഗാഥ മോളെ ഇങ്ങനെ ബഹളം വെക്കുന്നത്? ഓ, ഞാനിപ്പോൾ ബഹളം വെക്കുന്നതാണല്ലോ കുറ്റം. ഇവരെത്ര നേരം പറഞ്ഞെന്ന് നിങ്ങൾ കേട്ടില്ലേ? ഇവരെന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയോ? അമ്മേ, മുത്തശ്ശി, ഇനിയും ഇവറ്റകൾ രണ്ടുപേരെയും ഈ വീട്ടിൽ നിർത്താൻ പാടില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇവരിവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം. ഇവരിവിടെ നിന്നാലുണ്ടല്ലോ വീട്ടിൽ സമാധാനത്തോടുകൂടി നിൽക്കുന്നവരെ പോലും പരസ്പരം തമ്മി തല്ലിക്കും. കുടുംബത്തിൻ്റെ സമാധാനം തകർക്കും. അന്നേരം നിർമ്മല പറയണേ, ഓ, ആരാണിപ്പോൾ ഈ കുടുംബത്തിലെ സമാധാനം തകർക്കിയെന്ന് എല്ലാവർക്കും അറിയാം. നീ ഇല്ലടി ഓരോ ഭ്രാന്ത് കാണിക്കുന്നത്. എന്നിട്ടിപ്പോൾ എല്ലാം ഞങ്ങളുടെ മേത്തേക്കായോ? എൻ്റെ അമ്മേ, ഇത് തന്നെ ഇവളുടെ പ്രശ്നം. ഇവളെ മരുന്ന് കഴിക്കുന്നത് കണ്ട് എന്തുപറ്റി, എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ഞങ്ങളൊന്ന് ചോദിച്ചു പോയി. അതിനാണ് ഇവളിങ്ങനെ ഭ്രാന്തിയെ പോയി ഉറഞ്ഞു തുള്ളുന്നത്. ഇത് കണ്ടിട്ട് പിന്നെ ഇവൾക്ക് ഭ്രാന്തെന്നല്ലാതെ എന്തെന്നാണ് ഞങ്ങൾ പറയേണ്ടത്? ഈ സമയം കഥ വീണ്ടും പൊട്ടിത്തെറിക്കുവാണ്. അന്നേരം നിർബലയും കീർത്തിയൊക്കെ കഥയെ മൂപ്പിക്കാനായിട്ട് വീണ്ടും എന്തൊക്കെയോ പറയുവാണ്. അത് കണ്ടിട്ട് മുത്തശ്വരനെ, ഒന്ന് നിർത്തുന്നുണ്ടോ നിർമ്മലേ? നീ അകത്തേക്ക് കയറിപ്പോയിക്കേ. ഓ, അല്ലെങ്കിൽ എന്നും എപ്പോഴും ഞങ്ങളുടെ വായിടിപ്പിക്കാനാണല്ലോ എല്ലാവർക്കും ധൃതി. അതെ, ഇവളെ പറഞ്ഞ് ഇവളുടെ മനസ്സിലെ ഭ്രാന്തെടുത്ത് മാറ്റാൻ നോക്ക്, എന്നിട്ടാകാൻ ഞങ്ങളെ പഠിപ്പിക്കാൻ. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ഗാഥ അവരോട് പറയണേ, അല്ലെങ്കിലും ഞാൻ നന്നാവുന്നത് ആർക്കും ഇഷ്ടമല്ല. ഞാനൊന്ന് മാറാമെന്ന് വിചാരിച്ചാൽ എല്ലാവരും തുടങ്ങിക്കോളും കൂട്ടുമായിട്ട് നിന്ന് എന്നെ ഒറ്റപ്പെടുത്താനായിട്ട്. എല്ലാവരും കൂടി പിന്നെ ഒരു ഭ്രാന്തിയാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേഷ്യത്തോടെ അങ്ങനെ ഗാഥ അകത്തേക്ക് കയറി പോകുവാണ്. ഈ സമയം സുമിത്ര പറയണേ, അമ്മേ, എന്താ ഇതൊക്കെ? എന്താ ഈ കുട്ടി ഇങ്ങനെ? അമ്മയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? അന്നേരം മുത്തശ്ശി പറയണേ, സത്യം ഏതാണോ അതിന് മാത്രമേ നിലനിൽക്കാൻ പറ്റൂ. സത്യമല്ലാത്തതെല്ലാം പുറത്തേക്ക് പോകാനുള്ള വഴി സ്വയം കുഴിച്ചുണ്ടാക്കും. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്ടോ സുമിത്ര. ഈ സമയം നിർബലയും കീർത്തിയും കൂടി പറയണേ, എടി മോളെ, നീ കണ്ടില്ലേ അവളുടെ പെർഫോമൻസ് കണ്ടിട്ട്? ഒന്നും പറയാനാകാതെ അന്തം വിട്ട് നിൽക്കുമായിരുന്നല്ലോ അമ്മയും സുമിത്ര എടുത്തിരിക്കുകയെ. അവൾ പിടിവിട്ട് പോയി എന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങി. അന്നേരം കീർത്തി പറഞ്ഞേ, അമ്മേ, ഇതുപോലെ നമ്മൾ ഇടക്കിടക്ക് അവളെ ഒന്ന് പ്രകോപിപ്പിച്ചാൽ മാത്രം മതി. അവൾ ഒരു മുഴു ഭ്രാന്തിയായിട്ട് നമ്മുടെ മുമ്പിൽ കിടന്ന് അലയും. അങ്ങനെ എത്ര പെട്ടെന്ന് തന്നെ അവൾ ഇവിടുന്ന് പുറത്താക്കാം. അന്നേരം നിർമ്മല പറഞ്ഞേ, അധികം ധൃതി വേണ്ട. അവൾ കഴിക്കുന്ന മരുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മളും പോയാൽ മതി. ഓവർ ഡോസ് ആയാലേ അത് ചിലപ്പോൾ നല്ലതായിരിക്കില്ല. ആവശ്യത്തിന് മാത്രം നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അവസാനം നമ്മൾ ആഗ്രഹിച്ച കാര്യം നമുക്ക് കാണാൻ പറ്റുമോളെ. പിന്നീട് കാണിക്കുന്നത് മോളിക്കുട്ടിക്കൊപ്പം അമ്പലത്തിലെത്തുന്ന കൃഷ്ണനെയും തങ്കത്തിനെയാണ് കേട്ടോ. അന്നേരം മോളിക്കുട്ടി പറയണേ, അതെ, അമ്പലം എത്തിയല്ലോ, രണ്ടാളും എനിക്ക് വന്നാ. ഈ സമയം കൃഷ്ണ പറയുന്നുണ്ട്, മോളിക്കുട്ടിക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഓട്ടോ ഉണ്ടെങ്കിൽ മോളിക്കുട്ടി പൊക്കോ, ഞങ്ങൾ തിരികെ നടന്നു വന്നോളൂ. ഓ, തൽക്കാലം ഇപ്പം അത്യാവശ്യത്തിനുള്ള ഓട്ടോ ഒന്നുമില്ല, നിങ്ങൾ രണ്ടാളും ചെന്ന് തൊഴുതിട്ട് വരാൻ നോക്കൂ. അങ്ങനെ അവർ രണ്ടാളും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. രണ്ടുപേരും ഭഗവാന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം തങ്കം മനസ്സിൽ പ്രാർത്ഥിക്കുവാണ്, ഭഗവാനെ, എൻ്റെ മോളുടെ കഴുത്തിലുള്ള താലി അതെന്നും അവൾ ആഗ്രഹിക്കുന്നത് പോലെ കഴുത്തിലുണ്ടാവണേ. അത് കെട്ടിയ ആളും അവൾക്കൊപ്പം ഉണ്ടാവണേ. എൻ്റെ മോൾക്ക് ഇതുവരെ അവൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പോലും നേടിക്കൊടുക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല. അവളുടെ ഈ ആഗ്രഹമെങ്കിലും നടന്നു കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറയുക. നവീനെയും എൻ്റെ മോളെയും തമ്മിൽ ഒന്നിപ്പിക്കണേ, അവർ തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാകണേ. അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ് തങ്കം. ഇതേസമയം കൃഷ്ണയാണെങ്കിലോ നവീനെ മറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഭഗവാനെ, എൻ്റെ മനസ്സിൽ നിന്നും നവീനെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളും മായ്ച്ചു കളയണേ. നവീനും കാര്യം തമ്മിൽ നല്ലൊരു ജീവിതം ഒരുമിച്ച് തുടങ്ങണം. ഞാൻ എപ്പോഴെങ്കിലും നവീൻ ആഗ്രഹിച്ച് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തന്നെ. ഇനിയൊരിക്കലും അങ്ങനെ ഒരു ചിന്തയും എൻ്റെ മനസ്സിലേക്ക് വരരുത്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ് കൃഷ്ണ. ഈ സമയം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തങ്കം പറയണേ, മോള് നിന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വാ. അമ്മത അവിടെ ഓട്ടോറിക്ഷ പോയിരിക്കാം. അയ്യോ, അമ്മ വരുന്നില്ലേ? എന്തേലും വയ്യായിക തോന്നുന്നുണ്ടോ? അതുകൊണ്ടൊന്നുമല്ല. എന്നാൽ അമ്മയുടെ കൂടെ ഞാനും വരാം. അത് വേണ്ട, നീ എല്ലാ നടയിലും വലം വെച്ച് പ്രാർത്ഥിച്ചിട്ട് വന്നാൽ മതി. അമ്മ അങ്ങോട്ട് ചെല്ലട്ടെ. അങ്ങനെ പറഞ്ഞ് തങ്കം വണ്ടിയിലേക്ക് പോകുവാണ്. ഈ സമയം കൃഷ്ണയാണെങ്കിൽ അമ്പലത്തിന് ചുറ്റും വലം വെച്ച് പ്രാർത്ഥിച്ച് അവിടെ വന്ന് നിന്ന് ചന്ദനം ചാർത്തുവാണ്. ഈ സമയം പെട്ടെന്ന് കൃഷ്ണയുടെ മനസ്സിലേക്ക് നവീൻ്റെ ഒപ്പം ക്ഷേത്ര ദർശനം നടത്തിയതും നവീൻ്റെ നെറ്റിയിലെ ചന്ദനം ചാർത്തി കൊടുത്ത കാര്യങ്ങളൊക്കെ ഓർത്ത് മറ്റൊരു ലോകത്ത് നിൽക്കുമായിരിക്കും കേട്ടോ. ഈ സമയത്തായിരിക്കും മോളിക്കുട്ടി അങ്ങോട്ടേക്ക് വരുന്നത്. മോളിക്കുട്ടി വന്ന് കൃഷ്ണയെ വിളിക്കുക. എന്താണ്? നവീനെക്കുറിച്ചായിരുന്നല്ലേ ചിന്ത? അത് നിൻ്റെ നിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ അങ്ങനെയൊന്നുമല്ല. എന്തങ്ങനെയൊന്നുമല്ലെന്ന് മറച്ചു വെക്കാൻ നോക്കണ്ട. ഇപ്പോൾ നവീന് നിന്നെക്കുറിച്ച് തന്നെയായിരിക്കും ആലോചിക്കുക. പിന്നെ അത് നിനക്കെങ്ങനെ അറിയാം?
എൻ്റെ കൃഷ്ണേ, നീ പറഞ്ഞതൊക്കെ വെച്ച് നവീനും ഗാഥയും തമ്മിൽ ഒന്നിച്ച് ജീവിക്കാനൊന്നും പോകുന്നില്ല. നവീൻ്റെ മനസ്സിൽ ഇപ്പോഴും നീ തന്നെയാ. നോക്കിക്കോ, ഒരു നാൾ നിന്നെ തേടി നവീനെത്തും. ഒന്ന് പോകുന്നുണ്ടോ? പിന്നീട് കാണിക്കുന്നത് നവീൻ്റെ അരികിലേക്ക് മാണിക്കുഞ്ഞ് ശ്രീനിവാസിൻ്റെ ആ പ്രോപ്പർട്ടിയുടെ പരസ്യം ഉണ്ടല്ലോ അതും കാണിച്ചുകൊണ്ട് വരുവാ. സാറേ നോക്കിയേ, 24 ഏക്കർ സ്ഥലമാണ്, അത് വിൽക്കാനുള്ളൊരു പരസ്യമാണ്. കണ്ടപ്പോൾ നല്ലതാണെന്ന് തോന്നുന്നു. കുറച്ചുള്ളിലേക്കുള്ളൊരു ഗ്രാമോ, ചങ്ങാതിക്കടവോ അതെവിടെയാ? കുറച്ചധികം ദൂരമുണ്ട് സാറേ. നല്ല സ്ഥലം, ഒരു ഗ്രാമീണ അന്തരീക്ഷം. സാറിനെങ്ങനെ താല്പര്യമുണ്ടോ ഇതിൽ? അതുപോലുള്ള ഉൾനാട് സ്ഥലങ്ങളിലേക്ക് ഫാം ഹൗസൊക്കെ തുടങ്ങിയാൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. താണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുക. നമ്മുടെ ഐഡൻറ്റിറ്റി ഒന്നും വെളിപ്പെടുത്താൻ നിൽക്കേണ്ട. ജസ്റ്റ് ഒരു ബ്രോക്കേഴ്സ് ആണെന്ന രീതിയിൽ വിവരങ്ങൾ ശേഖരിച്ചാൽ മതി. അവിടുത്തെ ചുറ്റുപാടും അതിൻ്റെ അടുത്തുള്ള ക്ഷേത്രം, അമ്പലം, അവിടുത്തെ ആളുകൾ എങ്ങനെയാണ്, അങ്ങനെ എല്ലാം ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. എന്നാലേ നമ്മൾ ഈ പ്രോജക്റ്റുമായിട്ട് ചെല്ലുമ്പോൾ അവിടെയുള്ളവർക്ക് സ്വീകരിക്കാൻ പറ്റുമോ, അവിടെയുള്ള നാട്ടിലെ സാഹചര്യമൊക്കെ അതിനനുകൂലമാണോ എന്നൊക്കെ നമുക്കും അറിയണ്ടേ. ശരി സാറേ, അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള പള്ളിയിലെ വികാരിയസിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്താണെങ്കിലും ചങ്ങാതി കടവുള്ള ആരെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് പരിചയപ്പെടണം. അവരിലൂടെ ആ സ്ഥലത്തെ ഡീറ്റെയിൽസ് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. അങ്ങനെ പറഞ്ഞ് മാണിക്കുഞ്ഞ് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം നവീനാണെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ പേര് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ചങ്ങാതി ഗ്രാമം കൊള്ളാം. പിന്നീട് കാണിക്കുന്നത് ഓട്ടോയുടെ അവിടെ കാത്തു നിൽക്കുന്ന തങ്കത്തിനെയാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും ശ്രീനിവാസൻ്റെ കാർ അവിടെ എത്തുന്നത്. അങ്ങനെ കാറിൽ നിന്നും ശ്രീനിവാസൻ പുറത്തേക്ക് ഇറങ്ങുവാണ്. തങ്കം നിൽക്കുന്ന ആ ഓട്ടോയുടെ തൊട്ട് പിന്നിൽ തന്നെയാണ് കേട്ടോ ശ്രീനിവാസൻ്റെ കാറും വന്ന് നിർത്തുന്നത്. അങ്ങനെ കാറിൽ നിന്നും ഫോണിൽ ആരെയോ വിളിക്കാനായിട്ട് നോക്കിക്കൊണ്ട് ശ്രീനിവാസൻ ആ ഓട്ടോയുടെ അരികിലൂടെ തന്നെ നടന്ന് അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങുവാണ്. ഈ സമയം ഓട്ടോയുടെ എതിർഭാഗത്ത് നിൽക്കുന്ന തങ്കമാണെങ്കിൽ അതുവഴി കടന്നുപോയ ശ്രീനിവാസനെ കാണുന്നില്ല കേട്ടോ. പെട്ടെന്ന് ശ്രീനിവാസൻ അമ്പലത്തിലേക്ക് കയറാതെ അവിടെ നിന്ന് തന്നെ ഫോണിൽ ആരോടോ സംസാരിക്കുവാണ്. ഈ സമയം പെട്ടെന്ന് തിരിയുന്ന തങ്കം ശ്രീനിവാസനെ കാണുന്നുണ്ട് കേട്ടോ. ശ്രീനിവാസൻ തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ മുഖമൊന്നും വ്യക്തമൊന്നുമില്ല, ബാക്ക് സൈഡ് മാത്രമാണ് കാണുന്നത്. അങ്ങനെ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ പ്രമോയിൽ കാണിക്കുന്നത് ശ്രീനിവാസൻ അമ്പലത്തിലേക്ക് കയറുവാണ്. ഈ സമയം അമ്പലത്തിൽ നിൽക്കുന്ന കൃഷ്ണയും ശ്രീനിവാസനും തമ്മിൽ കാണുകയും അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ. അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ തമ്മിൽ നല്ല യോജിപ്പുണ്ടല്ലേ, ചിലപ്പോൾ വല്ല മുൻജന്മ ബന്ധമോ വല്ലതും ആയിരിക്കും. അങ്ങനെ കൃഷ്ണയുടെയൊക്കെ സംസാരം കേട്ട് സന്തോഷത്തോടെ കൂടി നിൽക്കുവാണ്ടോ ശ്രീനിവാസ്. പിന്നീട് കൃഷ്ണയാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ നേരെ അമ്മയുടെ അരികിലേക്ക് വരുവാണ്. എന്നിട്ട് അമ്മയുടെ നെറ്റിയിൽ ചന്ദനമൊക്കെ ചാർത്തി കൊടുക്കുവാണ് കേട്ടോ. ഈ സമയം തിരിച്ചു പോകാനായിട്ട് തങ്കം ഓട്ടോയിൽ കയറിയിരിക്കുമായിരിക്കും. ആ സമയത്തായിരിക്കും കൃഷ്ണ പറഞ്ഞത്, പിന്നെ അമ്മേ, അമ്പലത്തിൽ വെച്ച് ഞാനൊരാളെ കണ്ടിരുന്നു, അനിയൻ സാറിനെ. അതെയോ? എനിക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. സാരദായിപ്പോൾ അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെയാണോ? എന്നാലേ ഒന്ന് ചെന്ന് കണ്ടേക്കാം. എന്തൊക്കെ പറഞ്ഞാലും നിന്നെ രക്ഷിച്ച ആളല്ലേ, അതിൻ്റെ ഒരു നന്ദി വാക്കെങ്കിലും പറയണമല്ലോ. എന്നാ അമ്മ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞ് തങ്കത്തിനെയും കൂട്ടി കൃഷ്ണ നേരെ അമ്പലത്തിലേക്ക് കയറി ചെല്ലുവാണ്. ഈ സമയം കൃഷ്ണ അവിടെ ചുറ്റും ശ്രീനിവാസനെ നോക്കുമായിരിക്കും കേട്ടോ. പെട്ടെന്നായിരിക്കും അവിടെ പൂജാരിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീനിവാസനെ കൃഷ്ണ കാണുന്നത്. അന്നേരം തങ്കം പറയണേ, നോക്കിക്കമ്മേ, നിൽക്കുന്നതാ അനിയൻ സാറ്. അങ്ങനെ തങ്കവും ശ്രീനിവാസനെ നോക്കുവാണ്. അപ്പോൾ ആ ഒരു സീനാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. തങ്കവും ശ്രീനിവാസനും പരസ്പരം തമ്മിൽ കണ്ടുമുട്ടുമോ? തങ്കത്തിനെ ഏൽപ്പിച്ച തൻ്റെ സിതാരയുടെയും കുഞ്ഞാണ് കൃഷ്ണ എന്നുള്ള സത്യം ശ്രീനിവാസൻ തിരിച്ചറിയുമോ? ഇതെല്ലാം അറിയാനായിട്ട് നമുക്ക് നാളത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്